अल्हम्दुलिल्लाह नहमदुहु व नस्तईनुहु व नस्तगफिरुहु व नतवक्कलु अलैहि व नऊज़ु बिल्लाहि मिन शुरूरि अंफुसिना व मिन सय्यिआति अअमालिना मन यहदिहिल्लाहु फला मुضل له व मन युضلل फला हादिय लहु व अशहदु अन ला इलाहा इल्लल्लाहु वहदहु ला शरीका लहु व अशहदु अन्न मुहम्मदन अब्दुहु व रसूलुहु व अरसलहु बिल हुदा व दीनिल हक़ लियुज़हिरहु अला दीनि कुल्लिहि वलौ करिहल मुश्रिकून। अल्लाहुम्मा सल्लि अला मुहम्मदिन व अला आलि मुहम्मद कमा सल्लैता अला इब्राहीम व अला आलि इब्राहीम इन्नका हमीदुम मजीद। अल्लाहुम्मा बारिक अला मुहम्मदिन व अला आलि मुहम्मद कमा बारकता अला इब्राहीम व अला आलि इब्राहीम इन्नका हमीदुम मजीद। अम्मा बअद फइन्न खैरल कलामि कलामुल्लाह व खैरुल हदी हदी मुहम्मदिन सल्लल्लाहु अलैहि वसल्लम व शर्रुल उमूरि मुहदसातुहा व कुल्लु मुहदसतिन बिदअ व कुल्लु बिदअतिन ضलाला व कुल्लु ضलालतिन फिन्नार। अय्युहन नास उसीकुम व इय्याय अवलन बितक़वल्लाह रब्बि इश्रह लि सदरी व यस्सिर लि अमरी वहलुल उक़दतम मिन लिसानी यफ़क़हू क़ौली। इन उरीदु इल्ला الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب। أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون। بسم الله الرحمن الرحيم تبارك الذي بيده الملك وهو على كل شيء قدير। ആദരണീയനായ സത്യവിശ്വാസികൾ, എന്നെയും നിങ്ങളെയും സൃഷ്ടിച്ച ഈ ലോകത്തെ പടച്ച സർവശക്തനായ റബ്ബിൻ്റെ നിയമനിർദ്ദേശങ്ങളെ കഴിവിൻ്റെ പരമാവധി ജീവിതത്തിൽ പാലിച്ചുകൊണ്ട് ജീവിതം വിജയപ്രദമാക്കി തീർക്കണമേ എന്ന് ആദ്യമായി എന്നോടും തുടർന്ന് നിങ്ങളോടും ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. ജീവിതത്തിൻ്റെ അന്ത്യം വരെ എല്ലാ പ്രതിസന്ധികളിലും പ്രയാസങ്ങളിലും നമ്മുടെ വിശ്വാസവും നിലനിൽപ്പുമൊക്കെ ചോദ്യം ചെയ്യപ്പെടുന്ന ഘട്ടങ്ങളിൽ പിടിച്ചു നിൽക്കാൻ വേണ്ടി വഅ്തസിമൂ ബിഹബ്ലില്ലാഹ്, അല്ലാഹുവിൻ്റെ കയറിനെ, പാശത്തെ നിങ്ങൾ മുറുകെ പിടിക്കുക എന്ന് കൽപ്പിച്ചുകൊണ്ട് റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് നീട്ടിയിട്ട് തരുന്ന കയറാണ് വിശുദ്ധ ഖുർആൻ. നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളിലും പ്രയാസങ്ങളിലും പരീക്ഷണങ്ങളിലും പ്രതിസന്ധികളിലും നമ്മുടെ നിലനിൽപ്പ് ചോദ്യം ചെയ്യപ്പെടുന്ന ഘട്ടങ്ങളിലുമൊക്കെ നമുക്ക് ധൈര്യം പകരാനും ശക്തി പകരാനും പിടിച്ചു നിൽക്കാനും പ്രേരണ നൽകുന്ന ഒരു പ്രവാചകൻ നമ്മോടൊപ്പമില്ല. നേരെ മറിച്ച് അന്ത്യപ്രവാചകൻ അഷ്റഫുൽ ഖൽഖ് റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉന്നയിച്ചു പോയ വിശുദ്ധ ഖുർആൻ നമ്മുടെ മുമ്പിലുണ്ട്. ആ ഖുർആൻ നമ്മിൽ അവശേഷിപ്പിച്ചുകൊണ്ടാണ് പ്രവാചക തിരുമേനി ലോകത്തോട് യാത്ര പറഞ്ഞത്. ആ ഖുർആൻ എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളിലും നിങ്ങൾക്ക് തുണയാകണം, നിങ്ങൾക്ക് തണലാകണം എന്നാണ് റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മോട് പറയുന്നത്. റബ്ബ് ഖുർആനിൽ നിങ്ങൾ വിശ്വസിക്കണമെന്ന് പറയുമ്പോൾ, അള്ളാഹുവിൽ വിശ്വസിക്കണമെന്ന് പറയുമ്പോൾ, പരലോകത്തിൽ വിശ്വസിക്കണമെന്ന് പറയുമ്പോൾ നിങ്ങൾ അന്ധമായി വിശ്വസിക്കണമെന്ന് പറയുകയല്ല. നിങ്ങൾക്ക് ജീവിതത്തിന് ഒരു അന്ത്യമുണ്ട്, ആ അന്ത്യത്തിന് ശേഷം മറ്റൊരു ജീവിതമുണ്ട്, നിങ്ങളുടെ ജീവിതത്തിന് ഒരു ലക്ഷ്യമുണ്ട് എന്നൊക്കെ പഠിപ്പിക്കുമ്പോൾ നിങ്ങൾ അന്ധമായി അങ്ങോട്ട് വിശ്വസിക്കണം എന്ന് പറയുന്ന ഒരു ശൈലിയല്ല റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്കിവിടെ വിശേഷിപ്പിച്ചു പോയ വിശുദ്ധ ഖുർആനിന്റെ ശൈലി. നേരെ മറിച്ച് ബുദ്ധിയുള്ള, ചിന്താശക്തിയുള്ള ഏതൊരു മനുഷ്യനും ഒരിക്കലും നിഷേധിക്കാൻ സാധിക്കാത്ത യാഥാർത്ഥ്യങ്ങളെ നമ്മുടെ കൺമുമ്പിൽ വെച്ചുകൊണ്ട് അത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നിങ്ങൾ അല്ലാഹുവിൽ വിശ്വസിക്കണം, നിങ്ങൾ പരലോകത്തിൽ
മരണാനന്തര ജീവിതത്തിൽ സ്വർഗ നരകങ്ങളിൽ നിങ്ങൾ വിശ്വസിക്കണം എന്ന് പറയുന്ന ഒരു ശൈലിയാണ് വിശുദ്ധ ഖുർആനിന്റെ മുമ്പിലുള്ളത്. ഇപ്പൊ ഖുർആന് അള്ളാഹുവിനെ കുറിച്ച് അലീമാണ്, ഖബീറാണ്, ഖദീറാണ്, റഹ്മാനാണ്, റഹീമാണ് എന്നൊക്കെ പറയുന്നുണ്ട്. അലീം എന്ന് പറഞ്ഞാൽ എല്ലാം അറിയുന്നവൻ, ഖബീർ എന്ന് പറഞ്ഞാൽ സൂക്ഷ്മജ്ഞാനി, ഖദീർ എന്ന് പറഞ്ഞാൽ എല്ലാറ്റിനും കഴിവുള്ളവൻ, റഹ്മാൻ എന്ന് പറഞ്ഞാൽ പരമകാരുണികൻ, റഹീം എന്ന് പറഞ്ഞാൽ കരുണാനിധി. ഇതൊക്കെ ഖുർആനിൽ അള്ളാഹുവിനെ കുറിച്ച് അള്ളാഹു പരിചയപ്പെടുത്തുന്ന വാക്കുകളാണ്. അങ്ങനെ അലീമായ, ഖബീറായ, റഹ്മാനായ, റഹീമായ, ഖദീറായ ഒരു റബ്ബുണ്ട് എന്ന് പരിചയപ്പെടുത്തുമ്പോൾ അത്തരത്തിലുള്ള ഒരു അലീമായ, ഖബീറായ റബ്ബിനെ നമ്മുടെ ബുദ്ധിക്ക് ചൂണ്ടിക്കാണിച്ചു തന്നുകൊണ്ടാണ് നമ്മോട് അങ്ങനെ അലീമായ ഒരു റബ്ബുണ്ട്, ഖബീറായ ഒരു റബ്ബുണ്ട് എന്ന് ഖുർആൻ പറയുന്നത്. അലീം എന്ന് പറഞ്ഞാൽ എല്ലാം അറിയുന്നവൻ, ഖബീർ എന്ന് പറഞ്ഞാൽ സൂക്ഷ്മജ്ഞാനി. അങ്ങനെ ഉണ്ട് എന്ന് പറയുമ്പോൾ നമ്മോട് അത്തരത്തിലുള്ള ഒരു അലീമായ, ഖബീറായ റബ്ബിനെ നമ്മുടെ ബുദ്ധിക്ക് ചൂണ്ടിക്കാണിച്ചു തന്നുകൊണ്ടാണ് നിങ്ങൾ അങ്ങനെ അലീമായ റബ്ബിൽ, ഖബീറായ റബ്ബിൽ വിശ്വസിക്കണമെന്ന് പറയുന്നത്. നോക്കൂ, നിങ്ങൾ വിശുദ്ധ ഖുർആനിൽ നാളെ പരലോക വിജയത്തിന് വേണ്ടി നമ്മോട് കഷ്ടപ്പെട്ട് അധ്വാനിക്കാൻ വേണ്ടി പറഞ്ഞപ്പോ അവിടെ അമ്മ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. അലം നജ്അൽ ലഹു ഐനൈൻ വലിസാനൻ വശഫതൈൻ. പരലോകത്തിന് വേണ്ടി അധ്വാനിക്കാൻ വേണ്ടി പറഞ്ഞപ്പോ റബ്ബ് ചോദിക്കാം, അലം നജ്അൽ ലഹു ഐനൈൻ, അവന് നാം രണ്ട് കണ്ണ് തന്നിട്ടില്ലേ? രണ്ട് കണ്ണ് നാം നിങ്ങൾക്ക് തന്നിട്ടില്ലേ? വലിസാനൻ വശഫതൈൻ, ഒരു നാവും സംസാരിക്കാൻ രണ്ട് ചുണ്ടുകളും തന്നിട്ടില്ലേ? മറ്റൊരു സ്ഥലത്ത് ഹുവല്ലദീ ജഅല ലക്കുമുസ് സമഅ വൽ അബ്സാറ വൽ അഫ്ഇദ ഖലീലൻ മാ തശ്കുറൂൻ. അല്ലാഹുവിന് നന്ദി കാണിക്കാൻ വേണ്ടി പറഞ്ഞിട്ട് അല്ലാഹ് പറയാ, ഹുവല്ലദീ ജഅല ലക്കുമുസ് സമഅ, നിങ്ങൾക്ക് സമഅ തന്നത് അവനാകുന്നു, കേൾവി, വൽ അബ്സാറ, കണ്ണ് തന്നത് അവനാകുന്നു, വൽ അഫ്ഇദ, ഹൃദയം തന്നത് അവനാകുന്നു, ഖലീലൻ മാ തശ്കുറൂൻ, നിങ്ങൾ വളരെ കുറച്ച് മാത്രമേ ചിന്തിക്കുന്നുള്ളൂ. അപ്പം അള്ളാഹുവിനെ മനസ്സിലാക്കാനും അവനോട് നന്ദി കാണിക്കാനും പരലോകത്തേക്ക് വേണ്ടി പ്രവർത്തിക്കാനും ഒക്കെ കണ്ണ് തന്നില്ലേ, കാത് തന്നില്ലേ, ഹൃദയം തന്നില്ലേ, ചിന്തിച്ചുകൂടെ എന്ന് പറഞ്ഞിട്ടാ പറയുന്നത്. അപ്പോൾ നമ്മൾ ആലോചിക്കേണ്ട വിഷയമല്ലേ, പരലോകം എന്നത് യാഥാർത്ഥ്യമാണ്, സൂക്ഷ്മജ്ഞാനിയായ ഒരു റബ്ബ് യാഥാർത്ഥ്യമാണ് എന്ന് നമ്മെ ബോധ്യപ്പെടുത്താൻ വേണ്ടി റബ്ബ് പറയുന്നത് കണ്ണ് തന്നില്ല. ഇപ്പോ നമ്മുടെ കണ്ണിൽ കാണുന്ന വസ്തുക്കളുടെ പ്രതിബിംബം നമ്മുടെ റെറ്റിനയിൽ പതിക്കുകയും അത് നൂലിനേക്കാൾ നേർത്ത ധമനികളിലൂടെ തലച്ചോറിലേക്ക് സന്ദേശം നൽകാം. എൻ്റെ മുമ്പിൽ ഒരാൾ നിൽക്കുന്നുണ്ട്, അയാൾ ചുണ്ടിങ്ങനെ അനക്കുന്നുണ്ട്, അയാൾ കൈകാലുകൾ എന്തൊക്കെയോ കാണിക്കുന്നുണ്ട് എന്ന് ഈ കണ്ണ് നമുക്ക് പറഞ്ഞുതരാം. പിന്നെയോ ഞാൻ പറയുന്ന കാര്യങ്ങൾ, ഞാൻ പുറപ്പെടുവിക്കുന്ന ശബ്ദം അത് നമ്മുടെ കർണപുടങ്ങളിലെത്താം. അതിങ്ങനെ പിടച്ചിട്ട് നൂലിനേക്കാൾ നേർത്ത ധമനികളിലൂടെ തലച്ചോറിലേക്ക് ആ ശബ്ദം എത്തിയിട്ട് അയാൾ ഇന്നതാണ് പറയുന്നത് എന്ന് നമ്മുടെ കാത്, തലച്ചോറ് നമുക്ക് പറഞ്ഞുതരാം. എത്ര അത്ഭുതകരമായ സങ്കീർണമായ വ്യവസ്ഥയാണ്. അതുപോലെ തന്നെ നമ്മുടെ കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള ഹൃദയവും തലച്ചോറും തന്നു. അപ്പൊ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയാം. നമുക്ക് നമ്മളുമായി ഇടപഴകുന്ന നമ്മുടെ കുടുംബത്തിലെയും സമൂഹത്തിലെയും എല്ലാവരുടെയും പേരുകൾ അറിയാം. നമ്മൾ നമ്മുടെ കൺമുമ്പിൽ കാണുന്ന എല്ലാ വസ്തുക്കളുടെയും പേരുകൾ നമുക്കറിയാം. അതിനു പുറമെ നമുക്ക് മലയാളം അറിയാം, ഇംഗ്ലീഷ് അറിയാം, അത് ഹിന്ദി അറിയാം, കണക്കറിയാം. ഇതൊക്കെ നമുക്കറിയാം. ഇതൊക്കെ നമ്മുടെ തലച്ചോറിൽ നമ്മൾ ഇങ്ങനെ ഫീഡ് ചെയ്ത് വെച്ചതാണ്. എന്നിട്ടോ എനിക്കോ നിങ്ങൾക്കോ സംസാരിക്കണമെന്ന് തോന്നുമ്പോൾ ഞാൻ നിങ്ങൾ മനസ്സിലാക്കി വെച്ച കാര്യങ്ങൾ അത് സംസാരിക്കണമെന്ന് ഉദ്ദേശിക്കുമ്പോൾ, പറയണമെന്ന് ഉദ്ദേശിക്കുമ്പോൾ നമ്മുടെ തലച്ചോറ് നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ച അക്ഷരങ്ങളും വാക്കുകളും അറിവുകളും ഭാഷയും ഒക്കെ നമ്മളിങ്ങനെ ആവശ്യത്തിനനുസരിച്ച് പുറത്തെടുക്കുക. അത് പുറത്തെടുത്തിട്ട് ഒരു നാവ്, ആ നാവിട്ട് ഇങ്ങനെ പഠിപ്പിക്കാം. രണ്ട് ചുണ്ടും, ഈ രണ്ട് ചുണ്ടും വേണം സംസാരിക്കണം. അല്ല ചോദിക്കാം, കാര്യങ്ങളൊക്കെ കാണാനുള്ള രണ്ട് കണ്ണ് തന്നില്ലേ? ആവശ്യമുള്ള കാര്യങ്ങൾ ആവശ്യമുള്ള സമയത്ത് സംസാരിക്കാൻ തലച്ചോറ് സ്റ്റോർ ചെയ്ത് വെച്ച കാര്യങ്ങൾ ഉദ്ദേശിക്കുന്ന സമയത്ത് പുറത്തെടുത്ത് നാവിട്ട് പഠിപ്പിച്ചിട്ട് സംസാരിക്കാൻ നാവ് തന്നില്ലേ? രണ്ട് ചുണ്ടും തന്നില്ലേ? റബ്ബ് സുബ്ഹാനഹു വ തആല ചോദിക്കുക. അപ്പൊ എന്താണ് അലീമായ, അപ്പൊ വളരെ സൂക്ഷ്മമായ
സംവിധാനിക്കപ്പെട്ടിട്ടുള്ളത്, ഈ കാത് സംവിധാനിക്കപ്പെട്ടിട്ടുള്ളത്, സംസാരശേഷിയും ചുണ്ടും സംവിധാനിക്കപ്പെട്ടത്, തലച്ചോറിൽ അറിവുകൾ സ്റ്റോർ ചെയ്യാനുള്ള സംവിധാനമുള്ളത്, അത് പുറത്തെടുക്കാനുള്ള സംവിധാനമുള്ളത്, അതൊക്കെ ചിന്തിക്കുമ്പോൾ അതൊക്കെ സംവിധാനിച്ച അലീം, സർവജ്ഞനായ റബ്ബ്, ഖബീർ, സൂക്ഷ്മജ്ഞാനിയായ റബ്ബ് എന്ന് നമുക്ക് ബോധ്യപ്പെടും. അങ്ങനെ അലീമായ ഖബീറായ ഒരു റബ്ബിനെ നിങ്ങൾക്ക് ബോധ്യപ്പെടും. അത് ഖുർആൻ പറയാം, സനുരീഹിം ആയാതിനാ ഫിൽ ആഫാഖി വഫീ അൻഫുസിഹിം ഹത്താ യതബയ്യന ലഹും അന്നഹുൽ ഹഖ്. സനുരീഹിം, അവർക്ക് നാം കാണിച്ചു കൊടുക്കും, ആയാതിന, നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ, ഫിൽ ആഫാഖി, ഈ പ്രപഞ്ചത്തിൽ, വഫീ അൻഫുസിഹിം, അവരുടെ ശരീരത്തിൽ തന്നെയും, ഹത്താ യതബയ്യന ലഹും, അവർക്ക് ബോധ്യപ്പെടുന്നത് വരെ, അന്നഹുൽ ഹഖ്, അവൻ ആ ഖുർആൻ ഇറക്കിയ നാഥൻ യാഥാർത്ഥ്യമാണ് എന്ന് അവർക്ക് ബോധ്യപ്പെടുന്നത് വരെ അവർക്ക് നാം കാര്യങ്ങൾ വ്യക്തമാക്കി കൊടുക്കുന്നു. അപ്പൊ ഖുർആനിന്റെ ഒരു ശൈലി എന്ന് പറഞ്ഞാൽ നിങ്ങൾ അത് വിശ്വസിക്കണം അന്ധമായി എന്ന് പറയല്ല, നേരെ മറിച്ച് അലീമാണ്, ഖബീറാണ് റബ്ബ് എന്ന് പറയുമ്പോൾ ആ റബ്ബിന്റെ സൂക്ഷ്മമായ അറിവിന്റെ അടിസ്ഥാനത്തിൽ, വിശാലമായ അറിവിന്റെ അടിസ്ഥാനത്തിൽ അവൻ സംവിധാനിച്ച കാര്യങ്ങളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അത്തരത്തിൽ സംവിധാനിക്കാൻ കഴിവുള്ള ഒരു റബ്ബ്, അതാണ്. അപ്പൊ നോക്കൂ, നിങ്ങൾ എല്ലാ കാര്യങ്ങളും ഇതൊക്കെ വളരെ ഒരു യാദൃശികമായി എങ്ങനെയെങ്കിലും അങ്ങ് ഉണ്ടായിരുന്നു എന്നല്ല ഒരിക്കലും ഖുർആൻ പഠിക്കുമ്പോൾ നമുക്ക് ബോധ്യപ്പെടുക. ഖുർആൻ ഈ കാര്യങ്ങളൊക്കെ നമുക്ക് വളരെ വ്യക്തമായി പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് നമ്മുടെ കാതിനെ കുറിച്ച് ആലോചിച്ച് നോക്കും. ഇപ്പൊ സാധാരണയായിട്ട് പ്രാണികളും ജീവികളും ഒക്കെ പെട്ടെന്ന് ഇഴഞ്ഞു പോവുക ഈ ചുമരിന്റെ അരിക്കൊക്കെ ഉള്ള ചെറിയ ചെറിയ മാളങ്ങളിലേക്കാണല്ലോ, ദ്വാരങ്ങളിലേക്കാണ്. എന്നാൽ നമ്മൾ ആരും ഉറങ്ങിക്കിടക്കുമ്പോൾ നമ്മുടെ ചെടികളിലേക്ക് അങ്ങനെ പ്രാണികളോ വണ്ടുകളോ വേട്ടാളനോ അങ്ങനത്തെ ഒന്നും കൂട്ടാറില്ല, കടക്കാറില്ല. കാരണം എന്താണ്? അവിടെ ജീവികൾക്ക് തൊടാൻ പറ്റാത്ത കർണപുടം എന്ന നേരത്തെ ഒരു പാടയുണ്ട് എന്ന് ഇത് സംവിധാനിച്ച റബ്ബിനറിയാം. അതുകൊണ്ട് ജീവികൾ അങ്ങോട്ട് അടുക്കുമ്പോൾ ആ ജീവികൾക്ക് അങ്ങോട്ട് അടുക്കാൻ പറ്റാത്ത രൂപത്തിൽ അരോചകമായ ഒരു ചെവിക്കായം സംവിധാനിച്ചാൽ മതി ആ കർണപുടത്തെ സംരക്ഷിക്കാൻ എന്നറിയാവുന്നവനാവണം അത് സംവിധാനിച്ചത്. അതാണ് അലീം എന്ന് പറഞ്ഞാൽ, അതാ ഹബീർ എന്ന് പറഞ്ഞാൽ എല്ലാം അറിയുന്നവനും സൂക്ഷ്മജ്ഞാനിയുമാണ് എന്ന് പറഞ്ഞു റബ്ബ്. അപ്പൊ റബ്ബ് സുബ്ഹാനഹു വ തആല, റബ്ബിനെ നിങ്ങൾ അംഗീകരിക്കണം, പരലോകം നിങ്ങൾ അംഗീകരിക്കണം എന്ന് പറയുമ്പോൾ ഭൗതിക ലോകത്ത് റബ്ബ് സംവിധാനിച്ച സൂക്ഷ്മമായ വ്യവസ്ഥകളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ്. അതുപോലെ തന്നെ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഖദീർ, ഇപ്പൊ ഞാൻ തുടക്കത്തിൽ ഓതി കേൾപ്പിച്ച ആയത്ത് എന്താണ്? തബാറകല്ലദീ ബിയദിഹിൽ മുൽക്ക് വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ. സകല കാര്യങ്ങളുടെയും നിയന്ത്രണാധികാരം ആരുടെ കയ്യിലാണോ അവൻ അനുഗ്രഹീതനായിരിക്കുന്നു. വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ, അവൻ എല്ലാ കാര്യങ്ങൾക്കും കഴിവുള്ളവനാകുന്നു, എല്ലാ കാര്യങ്ങൾക്കും കഴിവുള്ളവൻ. നമുക്ക് ചിന്തിക്കാൻ പോലും സാധിക്കാത്ത കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുന്നത്. നോക്കൂ നിങ്ങൾ, സൂറത്ത് മുൽക്ക് ഒരാൾ പാരായണം ചെയ്താൽ അവന് ഖബർ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കുമെന്നൊരു ഹദീസ് ഉണ്ടല്ലോ. അത് കേവലം ഒന്ന് പാരായണം ചെയ്യല്ല, അത് തുടക്കം മുതൽ അവസാനം വരെ ഓതി അർത്ഥം മനസ്സിലാക്കി എന്താണ് റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞതെന്ന് മനസ്സിലാക്കുന്ന ഒരുവൻ അള്ളാഹനെ ശരിക്കും മനസ്സിലാക്കുകയും അള്ളാഹ് കീഴൊതുങ്ങേണ്ടുന്ന രൂപത്തിൽ കീഴൊതുങ്ങുകയും ചെയ്യും. കാരണം ഖുർആൻ പറയാം, നീ പ്രപഞ്ചത്തിലേക്ക് ഇങ്ങനെ ചൂണ്ടിക്കാണിച്ചിട്ട് റബ്ബ് പറയാം, ഈ പ്രപഞ്ചത്തിലേക്ക് നീ ഒന്ന് കണ്ണോടിക്ക്, എവിടെയെങ്കിലും വല്ല ന്യൂനതയും കാണുന്നുണ്ടോ എന്ന്. കോടാനുകോടി ഗ്രഹങ്ങളും ഉപഗ്രഹങ്ങളും അത് എവിടെയും തറ്റാതെ ഇങ്ങനെ പ്രപഞ്ചത്തിൽ നിലനിൽക്കാം. ഒരു സെക്കൻഡ് പോലും തെറ്റാതെ വളരെ കൃത്യമായി ചലിച്ചുകൊണ്ടിരിക്കാം. അല്ലാഹ് പറയാ, ഫർജിഇൽ ബസർ, നിന്റെ ദൃഷ്ടിയെ നീ ആവർത്തിച്ച് നോക്കിക്കോ. ഹൽ തറാ മിൻ ഫുതൂർ, എവിടെയെങ്കിലും ഒരു പൊട്ടലോ ന്യൂനതയോ കാണുന്ന വീഴ്ചയോ കാണുന്നുണ്ടോ എന്ന്. ഇന്ന് സൂര്യൻ എത്ര മണിക്ക് എത്ര മിനിറ്റിൽ ഉദിക്കുമെന്ന് ഇവിടെ കലണ്ടറിലുണ്ട്. അതൊരു 100 വർഷമോ 1000 വർഷമോ കഴിഞ്ഞിട്ട് എത്ര മണിക്ക് എത്ര മിനിറ്റിൽ എത്ര സെക്കൻഡിൽ ഉദിക്കുമെന്നും അസ്തമിക്കുമെന്നും ഇന്ന് കണക്ക് കൂട്ടി പറയാൻ നമുക്ക് സാധിക്കും. എന്തുകൊണ്ട് സാധിക്കുന്നു? ഒരു സെക്കൻഡ് പോലും തെറ്റാത്ത വ്യവസ്ഥയിൽ റബ്ബ് സുബ്ഹാനഹു വ തആല സൂര്യനെ, ചന്ദ്രനെ, നക്ഷത്രങ്ങളെ, കോടാനുകോടി ഗ്രഹങ്ങളെ സംവിധാനിച്ചത് കൊണ്ട്. അത് നോക്കാനാ റബ്ബ് പറയുന്നത്, ഫർജിഇൽ ബസർ, നിന്റെ ദൃഷ്ടിയെ നീ ആവർത്തിച്ച് നോക്കിക്കോ. യൻഖലിബ് ഇലൈക്കൽ ബസറു ഖാസിഅൻ വഹുവ ഹസീർ, പരാജയപ്പെട്ട് പരവശനായി നിന്നെ
എന്നല്ലാതെ ഒരു സെക്കൻഡ് പോലും തെറ്റുന്നൊരു വ്യവസ്ഥ ഈ പ്രപഞ്ചത്തിൽ നിനക്ക് കാണാൻ സാധ്യമല്ല എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല അതാ പറഞ്ഞത്. വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ, അവൻ എല്ലാ കാര്യങ്ങൾക്കും കഴിവുള്ളവനാകുന്നു. നമുക്ക് മനസ്സിൽ സങ്കല്പിക്കാൻ പോലും സാധിക്കാത്ത കാര്യങ്ങൾ ചെയ്യാൻ കഴിവുള്ളവനാണ് റബ്ബ്. നോക്കൂ നിങ്ങൾ, നമ്മൾ ഈ ഭൂമിയുടെ ഉപരിതലത്തിൽ ഈ ഭാഗത്ത് ഇങ്ങോട്ട് തലവെച്ചിരിക്കുന്നു. ഉരുണ്ട ഈ ഭൂമിയുടെ മറുഭാഗത്ത് കുറെ ആളുകൾ അങ്ങോട്ട് തലവെച്ചിരിക്കുന്നു, കുറെ ആളുകൾ അങ്ങോട്ട് തലവെച്ചിരിക്കുന്നു, കുറെ ആളുകൾ ഇങ്ങോട്ട് തലവെച്ചിരിക്കുന്നു. എല്ലാവർക്കും തോന്നുന്നത് ഞങ്ങൾ കുത്തനകൾ നിൽക്കുന്നു എന്നാണ് തോന്നുന്നത്. ഭൂമിയുടെ ഉപരിതലത്തിൽ എല്ലാവർക്കും തോന്നുന്നത് അങ്ങനെയാണ്. അതാ പറഞ്ഞു ഈ പ്രപഞ്ചത്തിന്റെ ആ പരമാധികാരം ഏതൊരുത്തന്റെ കയ്യിലാണോ വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ, അവൻ എല്ലാ കാര്യങ്ങൾക്കും കഴിവുള്ളവൻ. നിങ്ങൾക്ക് ചിന്തിച്ച് സങ്കല്പിക്കാൻ പോലും കഴിയാത്ത കാര്യങ്ങൾ ചെയ്യാൻ കഴിവുള്ളവനാണ്. ഇപ്പൊ നോക്കൂ നിങ്ങൾ, നമ്മൾ മനസ്സിലാക്കുന്നത് പഠിക്കുന്നത് ഈ ഭൂമി ഒരു മണിക്കൂറിൽ 1600-ലധികം കിലോമീറ്റർ, ഒരു മണിക്കൂറിൽ 1600 കിലോമീറ്ററിലധികം വേഗതയിൽ ഈ ഭൂമി കറങ്ങിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ടാണ് രാവും പകലും ഉണ്ടാവുന്നത് എന്ന് നമ്മളൊക്കെ ഇപ്പൊ പഠിക്കുന്നുണ്ട്. പക്ഷെ എനിക്ക് ഈ ഭൂമിയിൽ നിന്ന് മറ്റൊരു നാട്ടിലേക്ക് ഒരു 3000-4000 കിലോമീറ്റർ അപ്പുറത്തുള്ള സൗദി അറേബ്യയിലേക്ക് പോകണമെങ്കിൽ ഇവിടുന്ന് ഒന്ന് ഭൂമിയിൽ നിന്ന് പൊന്തി നിന്നെടുത്താൽ മതി. കാരണം മണിക്കൂറിൽ 1600 കിലോമീറ്ററിലല്ലേ പോകുന്നത്. അപ്പൊ കുറച്ച് സമയം പൊന്തി നിന്ന് കൊടുത്താൽ പോരല്ലോ. നമ്മൾ മണിക്കൂറിൽ 1000 കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിക്കുന്ന ഫ്ലൈറ്റിൽ 3.5 മണിക്കൂറോ 4 മണിക്കൂറോ 4.5 മണിക്കൂറോ യാത്ര ചെയ്താൽ തന്നെ അവിടെ എത്തുന്നുള്ളൂ. ഭൂമി കറങ്ങുന്നത് നമ്മൾ പറയുകയും. അപ്പൊ എന്താ സംഭവം? നമ്മൾ അത്രയും ദൂരെ യാത്ര ചെയ്യണം, പൊന്തി നിന്ന് കൊടുത്താൽ പോരാ. അപ്പൊ ഈ ഭൂമി കറങ്ങുന്നത് ഈ അന്തരീക്ഷ മണ്ഡലം, വായുമണ്ഡലം അടക്കമാണ് അത്രേ. അതാ ഞാൻ പറഞ്ഞത്, നമുക്കൊന്നും സങ്കല്പിക്കാൻ പോലും പറ്റാത്ത കാര്യങ്ങളാണ് റബ്ബ് സുബ്ഹാനഹു വ തആല സംവിധാനിച്ചിട്ടുള്ളത്. ആ സംവിധാനങ്ങളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് എവിടെയും ഒരു വീഴ്ചയും പോരായ്മയും നിനക്ക് കാണാൻ സാധ്യമല്ല. വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ, അവൻ എല്ലാ കാര്യങ്ങൾക്കും കഴിവുള്ളവനാകുന്നു എന്ന് അല്ലാഹ് പറയുന്നത്. അപ്പൊ ഖുർആനിൽ റബ്ബ് സുബ്ഹാനഹു വ തആല റബ്ബിനെ പരിചയപ്പെടുത്തുമ്പോൾ അലീം എന്ന് പറയുമ്പോൾ, ഖബീർ എന്ന് പറയുമ്പോൾ, ഖദീർ എന്ന് പറയുമ്പോൾ ആ റബ്ബ് സംവിധാനിച്ചവൻ, സൃഷ്ടിച്ചവൻ അലീമാണ്, ഖബീറാണ്, ഖദീറാണ്. ഇനി റഹ്മാനാണ്, റഹീമാണ് എന്ന് പറയുന്നുണ്ട്. ആ റഹ്മാനാണ്, റഹീമാണ് എന്ന് പറയുമ്പോൾ പരമകാരുണ്യനാണ്, കരുണാനിധിയാണ് റബ്ബ്. ഇപ്പൊ നമ്മുടെയൊക്കെ ഈ കണ്ണും കാതും തലച്ചോറും നമ്മുടെ ശരീരവും ഒന്നും രൂപപ്പെടുത്തുന്നതിലും ഉണ്ടാക്കുന്നതിലും നമുക്ക് ആർക്കും ഒരു പങ്കുമില്ല. ലോകത്ത് ഒരു വ്യക്തിക്കും അല്ലാഹു അല്ലാത്ത ഒരു ശക്തിക്കും ഒരു പങ്കുമില്ല. എന്നിട്ട് ഇതൊക്കെ ഈ അനുഗ്രഹങ്ങളൊക്കെ ആസ്വദിക്കാൻ നമ്മൾ കണ്ണുകൊണ്ടുള്ള അനുഗ്രഹം, കാതുകൊണ്ടുള്ള അനുഗ്രഹം, സംസാരശേഷി, മറ്റെല്ലാ അനുഗ്രഹങ്ങളും ആസ്വദിക്കാൻ ഇതൊക്കെ എനിക്കിതിലൊന്നും ഒരു പങ്കുമില്ല. ഇതൊന്നും സംവിധാനങ്ങളിലും ഉണ്ടാക്കുന്നതിലും എനിക്കോ നിങ്ങൾക്ക് ഒരു പങ്കുമില്ല. ഇതൊക്കെ അനുഭവിക്കുകയും ആസ്വദിക്കുകയും ചെയ്തിട്ടും നമ്മൾ പറയാണ് അങ്ങനെ ഒരു സംവിധായകനില്ല. അങ്ങനെ പറയുന്ന ധിക്കാരിയായ മനുഷ്യന് പോലും കുടിക്കാൻ വെള്ളം കൊടുക്കുന്നു, ശ്വസിക്കാൻ വായു കൊടുക്കുന്നു, അവരും ഇവിടെ ജീവിക്കാനുള്ള സൗകര്യം നൽകുന്നു. അപ്പൊ റഹ്മാൻ അല്ലേ, റഹീം അല്ലേ ആ സംവിധായകൻ? നമ്മളൊന്ന് ആലോചിച്ചോളൂ. ഈ അനുഗ്രഹങ്ങളൊക്കെ ആസ്വദിച്ചിട്ടും അതേ നാവ് കൊണ്ട്, ആരാണോ ഈ നാവ് കൊണ്ട് സംസാരിക്കാനുള്ള ശേഷി നൽകിയത് അതേ നാവ് കൊണ്ട് അങ്ങനെ ഒരു സംവിധായകൻ തന്നെ ഇല്ല എന്ന് നിഷേധിക്കുന്നവനും റബ്ബ് സുബ്ഹാനഹു വ തആല ഇവിടെ ജീവിക്കാനുള്ള സൗകര്യങ്ങളെല്ലാം അനുഗ്രഹങ്ങൾ ചെയ്തു കൊടുക്കുക. അതാ റഹ്മാൻ, പരമകാരുണികനാണ് റബ്ബ്. ഇങ്ങനെ അള്ളാഹുവിനെ നമ്മൾ ഖുർആനിൽ നിന്ന് മനസ്സിലാക്കേണ്ടുന്ന രൂപത്തിൽ മനസ്സിലാക്കുമ്പോൾ ആ റബ്ബിന് കീഴൊടുങ്ങാൻ നമ്മളൊക്കെ തയ്യാറാണ്. അപ്പൊ നമ്മൾ ആലോചിച്ച് നോക്കൂ, ഇങ്ങനെ സംവിധാനിക്കാൻ മാത്രമേ റബ്ബിന് അറിയൂ. വളരെ സങ്കീർണമായ സൂക്ഷ്മമായ വ്യവസ്ഥയിൽ നമ്മുടെ കണ്ണും കാതും ഹൃദയവും തലച്ചോറും ഒക്കെ സംവിധാനിക്കാൻ മാത്രമേ ആ സംവിധായകൻ അറിയുകയുള്ളൂ. അത് ആർക്കാണോ ഉണ്ടാക്കി കൊടുത്തത് അവൻ അത് എങ്ങനെ ഉപയോഗിക്കുന്നു എന്ന് അവൻ അറിയില്ല. അങ്ങനെ വരുമോ? അപ്പൊ നമ്മൾ ഓരോരുത്തരുടെയും കണ്ണും കാതും ഹൃദയവും ഒക്കെ വളരെ സൂക്ഷ്മമായ വ്യവസ്ഥയിൽ ഉണ്ടാക്കാൻ മാത്രമേ ആ ഉണ്ടാക്കിയ ആൾക്ക് അറിയൂ. ആർക്കാണോ അത് ഉണ്ടാക്കി കൊടുത്തത് അവൻ അത് എങ്ങനെ ഉപയോഗിക്കുന്നു എന്ന് അറിയാൻ ആ സംവിധായകൻ അറിയില്ല. അങ്ങനെ വരുമോ? ഒരിക്കലുമില്ല. അതാണ് റബ്ബ് സുബ്ഹാനഹു വ തആല പറയുന്നത്, ഇന്നല്ലാഹ ലാ യഖ്ഫാ അലൈഹി ശൈഉൻ ഫിൽ അർദി വലാ ഫിസ് സമാ. തീർച്ചയായും അല്ലാഹു ലാ യഖ്ഫാ അലൈഹി ശൈഉൻ ഫിൽ അർദി വലാ ഫിസ് സമാ, ആകാശങ്ങളിലോ ഭൂമിയിലോ ഉള്ള എന്തെങ്കിലും ഒരു കാര്യം അവനിൽ നിന്ന് മറഞ്ഞതല്ല.
എല്ലാം അറിയുമെന്നത്. അപ്പൊ സൃഷ്ടിച്ച് സംവിധാനിച്ച വളരെ കൃത്യമായ വ്യവസ്ഥയിൽ സംവിധാനിച്ച റബ്ബിന് അതാർക്കാണോ സൃഷ്ടിച്ചു കൊടുത്ത ഓരോരുത്തരും കണ്ണും കാതും അവയവങ്ങളും നാവും തലച്ചോറും ചിന്തയും ഒക്കെ ഏതൊക്കെ നിലക്ക് ഉപയോഗിക്കുന്നു എന്ന് ആ റബ്ബിനറിയാം. ആ ഒരു ബോധത്തോടു കൂടി റബ്ബിന് പൂർണ്ണമായി കീഴൊടുങ്ങാൻ നമ്മൾ ഓരോരുത്തരും തയ്യാറാവണം. സർവശക്തനായ നാഥൻ എന്നെയും നിങ്ങളെയും അതിന് അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് വസല്ലല്ലാഹു അലാ നബിയ്യിന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വഅലാ ജമീഇൽ അംബിയാഇ വൽ മുർസലീന വത്താബിഈന ലഹും ബിഇഹ്സാൻ ഇലാ യൗമിദ്ദീൻ. ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. ആദരണീയരായ സത്യവിശ്വാസികളെ, ഒരിക്കൽ കൂടി അല്ലാഹുവിൻ്റെ വിധിവിലക്കുകളെ കഴിവിൻ്റെ പരമാവധി ജീവിതത്തിൽ പാലിക്കണമേ എന്ന് എന്നോട് നിങ്ങളോട് ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. ഇത് നമ്മൾ റജബ് മാസത്തിലാണ് നിലകൊള്ളുന്നത്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞു, ഇന്ന ഇദ്ദത്ത ശുഹൂരി ഇൻദല്ലാഹി ഇസ്നാ അശറ ശഹറൻ ഫീ കിതാബില്ലാഹി യൗമ ഖൽഖിസ് സമാവാതി വൽ അർദ്. ആകാശ ഭൂമികളെ സൃഷ്ടിച്ച ദിവസം തന്നെ റബ്ബിൻ്റെ അടുക്കൽ മാസങ്ങളുടെ എണ്ണം 12. മിൻഹ അർബഅത്തുൻ ഹുറൂം. അതിൽ 4 മാസം അല്ലാഹു പവിത്രമായി പ്രഖ്യാപിച്ച മാസമാണ്. പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശുദ്ധ നുബുവത്ത് കിട്ടി വിശുദ്ധ ഖുർആൻ അവതരിക്കുന്നതിന് മുമ്പും ജാഹിലിയ അറബികളൊക്കെ 4 മാസങ്ങളെ പവിത്രമായ മാസങ്ങളായി തന്നെയായിരുന്നു കണ്ടിരുന്നത്. അത് തുടർച്ചയായ 3 മാസം ദുൽഖഅദ, ദുൽഹിജ്ജ, മുഹറം. അറബി മാസത്തിലെ ആദ്യത്തെ മാസമാണ് മുഹറം, അവസാനത്തെ 2 മാസമാണ് ദുൽഖഅദ, ദുൽഹിജ്ജ. ഈ 3 മാസങ്ങൾ. അതുപോലെ തന്നെ റജബ് മാസം. ഈ 4 മാസങ്ങളാണ് പവിത്ര മാസങ്ങളായിട്ടുള്ളത്. ആ പവിത്ര മാസങ്ങളിൽ ജാഹിലിയ കാലഘട്ടത്തിൽ പരസ്പരം യുദ്ധം ചെയ്യാൻ പോരടിക്കുക എന്നതൊന്നും ഉണ്ടാകുമായിരുന്നില്ല ഈ 4 മാസത്തിൽ. അപ്പോൾ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ 4 മാസം പവിത്രമായി പ്രഖ്യാപിച്ചു അല്ലാഹുവിൻ്റെ കൽപ്പന പ്രകാരം. ആ 4 മാസം പവിത്രമായി പ്രഖ്യാപിച്ചപ്പോൾ അതിൽ യുദ്ധം പാടില്ല എന്ന് പഠിപ്പിക്കപ്പെട്ടു. ദുൽഹജ്ജ്, അതുപോലെ ദുൽഖഅദ, ദുൽഹിജ്ജ മാസങ്ങളിൽ ഹജ്ജിനുള്ള പ്രത്യേകമായ കർമ്മങ്ങളൊക്കെ പഠിപ്പിക്കപ്പെട്ടു. അതുപോലെ തന്നെ മുഹറം മാസത്തിൽ അതിൽ ചില പ്രത്യേക നോമ്പുകൾ പഠിപ്പിക്കപ്പെട്ടു. റജബ് മാസത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്തെങ്കിലും ഒരു കർമ്മം പ്രത്യേകമായി വർദ്ധിപ്പിക്കാൻ പഠിപ്പിച്ചിട്ടില്ല. ആ മാസത്തിൽ മാത്രമായി എന്തെങ്കിലും ഒരു പ്രത്യേക കർമ്മം വർദ്ധിപ്പിക്കാൻ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടില്ല. യുദ്ധം നിഷിദ്ധമാണ് എന്ന് ചോദിച്ചാൽ ആ മാസത്തിന്റെ പവിത്രത ഉദ്ദേശിച്ചുകൊണ്ട് നമുക്ക് റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്തായി പഠിപ്പിച്ച സുന്നത്ത് നോമ്പുകളും സുന്നത്ത് നമസ്കാരങ്ങളും ദിക്റുകളും ദുആകളും ഖുർആൻ പാരായണങ്ങളും പ്രാർത്ഥനകളും ഒക്കെ വർദ്ധിപ്പിക്കാം എന്നതല്ലാതെ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സ്ഥിരപ്പെട്ട ഇസ്ലാമിക ലോകത്ത് അഭിപ്രായ വ്യത്യാസമില്ലാത്ത തിങ്കളാഴ്ച നോമ്പ്, വ്യാഴാഴ്ച നോമ്പ്, സുന്നത്ത് നോമ്പുകൾ, അറബി മാസത്തിലെ 13, 14, 15 ദിവസങ്ങളിലെ സുന്നത്ത് നോമ്പുകൾ, അതുപോലെ തന്നെ ഫർദ് നിസ്കാരത്തിന് മുമ്പ് ശേഷമുള്ള സുന്നത്ത് നമസ്കാരങ്ങൾ, ഖിയാമുൽ ലൈൽ, ഖുർആൻ പാരായണം, ദിക്റുകൾ, ഇതൊക്കെ വർദ്ധിപ്പിക്കാം എന്നതല്ലാതെ മറ്റെന്തെങ്കിലും ഒരു കർമ്മം അല്ലാഹുവിൻ്റെ റസൂൽ പ്രത്യേകമായി ആ മാസത്തിൽ പഠിപ്പിക്കപ്പെട്ടിട്ടില്ല. ഇപ്പൊ 100 റക്അത്ത് നിസ്കരിക്കുക, അതിൽ ധാരാളം തവണ ഖുൽ ഹുവല്ലാഹു അഹദ് ഓതുക, അങ്ങനെ സ്വലാത്തു റാഹിബ് എന്ന നിസ്കാരം നിർവഹിക്കുക, ഇതൊക്കെ ഹിജ്റ 4 നൂറ്റാണ്ടിന് ശേഷം ബൈത്തുൽ മുഖദ്ദസിൽ വെച്ച് ഒരാൾ തുടങ്ങിയതാണ് എന്ന് വളരെ കൃത്യമായി ഷാഫി മദ്ഹബിലെ ഇമാം അബൂബക്കർ തർത്തൂസി എന്ന പണ്ഡിതൻ അദ്ദേഹത്തിന്റെ അൽ ഹവാദിസ് വൽ ബിദഅ എന്ന ഗ്രന്ഥത്തിൽ വളരെ കൃത്യമായി രേഖപ്പെടുത്തുന്നുണ്ട്. ആളുകൾ ഒരു കാര്യം തുടങ്ങിയാൽ പിന്നെ അത് നിർത്തൂല, പ്രമാണത്തിൽ ഉണ്ടായാലും ഇല്ലെങ്കിലും കാലത്തില്ല. അപ്പൊ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പരലോകം ലക്ഷ്യം വെച്ച് പ്രവർത്തിക്കുന്ന ആളുകളാണ്, അള്ളാഹുവിന്റെ റസൂലിനെ ഇത്തിബാഅ് ചെയ്യുന്ന ആളുകളാണ്. റസൂൽ പഠിപ്പിച്ചതായിട്ടുണ്ടെങ്കിൽ, മാതൃക കാണിച്ചതായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ പകർത്തുക, അല്ലെങ്കിൽ നമ്മൾ ഒഴിവാക്കുക. എന്തിനാണ് ഇപ്പൊ ഞാൻ പറഞ്ഞ ആർക്കും അഭിപ്രായ വ്യത്യാസമില്ലാത്ത സുന്നത്തിന് ഇഷ്ടംപോലെ ഉണ്ടല്ലോ, അതിനാർക്കും ഒരു വാശിയില്ല. നേരെ മറിച്ച് വാശിയുള്ളത് എന്തിനാണ്? മുസ്ലിം ലോകത്ത് സ്ഥിരപ്പെട്ടിട്ടില്ലാത്ത ആരോ കെട്ടിയുണ്ടാക്കിയ കള്ള ഹദീസുകളുടെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്നതിന് പേരാണ് വാശിയുണ്ടാക്കുക. അത് പൈശാചികമാണ്. ആളുകളെ സന്മാർഗത്തിൽ നിന്ന് തത്വയുള്ള ആളുകളെ തത്വയിലൂടെ തന്നെ തെറ്റിക്കാൻ വേണ്ടി പിശാച് ചെയ്യുന്ന പ്രവൃത്തിയാണ് ആ വാശി. പലപ്പോഴും പല കാര്യങ്ങളിലും ആളുകൾക്ക് അനാവശ്യമായ വാശികളാണ്. അപ്പൊ നമ്മളൊക്കെ വീട്ടിലൊക്കെ പലപ്പോഴും റബീഉൽ അവ്വൽ മാസത്തിൽ വാശിയോടുകൂടി ഭക്ഷണം
സമൂഹത്തിൽ പൈശാചികമായി പിശാച് ഉണ്ടാക്കി കൊടുക്കുന്നതാണ്. ഈ ഇന്ന് നമ്മുടെ നാട്ടില് ഈ സ്വലാത്ത് റവായി സുന്നത്താണെന്ന് വിശ്വസിക്കുന്ന, റജബ് 27 നോമ്പ് സുന്നത്താണെന്ന് വിശ്വസിക്കുന്ന ആളുകൾ, അവരുടെ മുൻഗാമികളായ പണ്ഡിതന്മാർ, ഇപ്പോഴുള്ള പണ്ഡിതന്മാര് ശാഫി മതത്തിൽ 2 ഘട്ടമുണ്ട്. ആദ്യകാല പണ്ഡിതന്മാർ ഇത്തരം വിദ്യാർത്ഥികളൊക്കെ ശക്തമായി എതിർത്തിട്ട് അവരുടെ ഗ്രന്ഥങ്ങളിലൊക്കെ വളരെ കൃത്യമായി രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ഇപ്പൊ ഞാൻ പറഞ്ഞ ഇമാം അബൂബക്കർ തർത്തൂഷി, ഇമാം നവവി, അതുപോലെ തന്നെ ഇമാം ഇബ്നു ഹജർ ഹൈതമി, ഇവരുടെ ഒക്കെ ഗ്രന്ഥങ്ങളിൽ നമുക്ക് സ്വലാത്ത് റവായി, അതുപോലെ തന്നെ ഈ റജബ് 27 നോമ്പ്, ഇതിലൊന്നും യാതൊരു അടിത്തറയും ഇല്ലാത്ത വളരെ കൃത്യമായിട്ട് അവർ എഴുതി വെച്ചിട്ടുണ്ട്. എന്നാൽ പിൽക്കാലത്തേക്ക് വന്നപ്പോൾ ഷാഫി മതം പണ്ഡിതരൊക്കെ നല്ലതല്ലേ എന്ന് ന്യായീകരിച്ച് ഉണ്ടാക്കുന്ന രീതിയാണ് അവർ കാണുന്നത്. അപ്പൊ നമ്മൾ പ്രമാണങ്ങളുടെ പിൻബലമുള്ളത് മാത്രം ചെയ്യാൻ, അതിന്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കും. അപ്പോൾ ഇമാം ഇബ്നു ഹജർ ഹൈതമി അദ്ദേഹത്തിന്റെ ഫത്താവൽ കുബ്ര എന്ന ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയത് റജബ് 27 രാത്രിയുടെയും അതുപോലെ തന്നെ ഷഅബാൻ പകുതിയുടെ രാത്രിയുടെയും പവിത്രതയും മഹത്വത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന മുഴുവൻ കാര്യങ്ങളും ബാത്തിലും കദിബും, നിരർത്ഥകമായ കള്ള ഹദീസുകളാണ്. ലാ അസ്ല ലഹു, അതിന് യാതൊരു അടിത്തറമില്ല, ഒരു സനദുമില്ല. പ്രവാചക തിരുമേനിയിൽ നിന്ന് ആര് കേട്ടു യാതൊരു അടിത്തറയും ഇല്ലാത്തതാണ്. അത് വന്നിട്ടുണ്ടെങ്കിലും ഫീ ബഅദി കുതുബിൽ അകാബിരി, ചില മഹാന്മാരുടെ ഗ്രന്ഥങ്ങളിൽ അത് വന്നിട്ടുണ്ടെങ്കിലും ഇമാം ഗസ്സാലി റഹ്മത്തുള്ളാഹി അലൈഹിന്റെ ഇഹ്യാ ഉലൂമുദ്ദീൻ എന്ന ഗ്രന്ഥം പോലെയുള്ള ചില ഗ്രന്ഥങ്ങളിൽ അത് വന്നിട്ടുണ്ടെങ്കിലും ഈ ഇഹ്യാ ഉലൂമുദ്ദീൻ എന്ന ഗ്രന്ഥത്തെക്കുറിച്ച് അതൊരുപാട് വലിയ തത്വങ്ങളോ ഉൾക്കൊള്ളുന്ന നല്ലൊരു ഗ്രന്ഥം തന്നെയാണ്. പക്ഷേ അതിൽ ഇത്തരം യാതൊരു അടിത്തറയും ഇല്ലാത്ത ഹദീസുകൾ വന്നതിനാൽ ആ ഗ്രന്ഥം കത്തിച്ച് കളയണമെന്ന് ഞാൻ ആഗ്രഹിച്ചു പോയി എന്ന് വരെ മുൻഗാമികളായ ഷാഫി മതത്തിലെ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ യാതൊരു അടിത്തറയില്ല. റജബ് 27 അല്ലാഹുവിന്റെ റസൂൽ മിഅ്റാജിലേക്ക് പോയത് എന്നതിന് യാതൊരു രേഖയില്ല, ഒരു കള്ള ഹദീസ് പോലും ഇല്ല. അപ്പൊ അത്തരം സമൂഹത്തിൽ നിലനിൽക്കുന്ന അത്തരം അന്ധവിശ്വാസങ്ങൾ, പുതുതായി ഉണ്ടാകുന്ന എല്ലാ അനാചാരങ്ങളെയും ദീൻ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം 27 കൊല്ലക്കാലം കൊണ്ട് പഠിപ്പിച്ച, 23 കൊല്ലക്കാലം കൊണ്ട് പഠിപ്പിച്ച അതേ രൂപത്തിൽ നിലനിൽക്കാൻ വേണ്ടി ഇത്തരം അന്ധവിശ്വാസങ്ങൾക്കൊക്കെ എതിരെ നാം ശബ്ദിക്കുകയും അത്തരം അന്ധവിശ്വാസങ്ങൾ പിന്തുടരാതെ വിദ്യാർത്ഥികൾ നമ്മുടെ ജീവിതത്തിൽ പകർത്താതെ യഥാർത്ഥ സുന്നത്തനുസരിച്ച് നമ്മൾ ജീവിക്കുകയും ചെയ്യണം. എങ്കിൽ മാത്രമേ ലോകാവസാനം വരെ അള്ളാഹിന്റെ ദീൻ യഥാർത്ഥ രൂപത്തിൽ നിലനിൽക്കുകയുള്ളൂ. അല്ലെങ്കിൽ അള്ളാഹുന്റെ ദീന് വികൃതമാവുകയും സുന്നത്തുകൾ നഷ്ടപ്പെട്ടുകൊണ്ട് വിദ്യാർത്ഥികൾ ആ സ്ഥാനം കൈയടക്കുകയും ചെയ്യും. അതാണ് നമ്മുടെ സമൂഹത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് സുന്നത്തനുസരിച്ച് പ്രവാചകത്തിന് മേലെ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യ മനസ്സിലാക്കിക്കൊണ്ട് അത് കഴിയുന്ന പരമാവധി ജീവിതത്തിൽ പകർത്താൻ റബ്ബ് സുബ്ഹാനഹു വ തആല എനിക്കും നിങ്ങൾക്കും തൗഫീഖ് നൽകുമാറാവട്ടെ. അള്ളാഹുവേ, ജീവിതത്തിൽ കഴിഞ്ഞ കാല ജീവിതത്തിൽ ഞങ്ങളിൽ നിന്ന് അറിഞ്ഞും അറിയാതെയും സംഭവിച്ചു പോയ ചെറുതും വലുതുമായ എല്ലാ തെറ്റുകുറ്റങ്ങളും ഞങ്ങൾക്ക് പുറത്തു തന്ന റഹ്മാനെ, പഠിച്ചവനെ, മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് അംഗീകരിച്ച് മരിക്കുന്ന വിശ്വാസികളിൽ, വിജയികളിൽ ഞങ്ങൾ ഓരോരുത്തരുടെ ഉൾപ്പെടുത്തുന്ന റഹ്മാനെ, റബ്ബേ, ഞങ്ങൾക്കും ഞങ്ങളുടെ മാതാപിതാക്കൾ, ഇണകൾ, സന്താനങ്ങൾ, കുടുംബാംഗങ്ങൾ എല്ലാവർക്കും നീ പാപമോചനം നൽകുന്ന റബ്ബേ, പഠിച്ചവനെ, ഈമാനോടുകൂടിയുള്ള മരണം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് അംഗീകരിച്ചുകൊണ്ട് മരിക്കുന്ന വിശ്വാസികളിൽ, വിജയികളിൽ ഞങ്ങൾ ഓരോരുത്തരെയും ഉൾപ്പെടുത്തുന്ന റഹ്മാനെ, പഠിച്ചവനെ, ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞു പോയ വിശ്വാസികളും വിശ്വാസിനികളുമായിട്ടുള്ള ആളുകൾ, അവരുടെ എല്ലാ പാപങ്ങളും നീ പുറത്തു കൊടുക്കുന്ന റഹ്മാനെ, റബ്ബേ, അവരുടെ ബർസഖി ജീവിതം നീ സ്വർഗീയമാക്കി കൊടുക്കുന്ന റബ്ബേ, അവരെയും ഞങ്ങളെയും നിന്നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുന്ന റഹ്മാനെ, പഠിച്ചവനെ, ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ ഓരോരുത്തരും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാത്തരം പരീക്ഷണങ്ങളെയും പ്രയാസങ്ങളെയും നീക്കിത്തരുന്ന തമ്പുരാനെ, റബ്ബേ, ഞങ്ങളുടെ കൂട്ടത്തിൽ രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകളുടെ രോഗത്തിന് നീ ശിഫ നൽകുന്ന റഹ്മാനെ, അതുപോലെ തന്നെ സാമ്പത്തികവും ജോലി സംബന്ധവുമായി മറ്റു പല പരീക്ഷണങ്ങളും നേരിടുന്ന ആളുകൾ എല്ലാ പരീക്ഷണങ്ങളും നീക്കിത്തരുന്ന തമ്പുരാനെ, റബ്ബേ, മാരകമായ രോഗങ്ങളിൽ നിന്ന് ഞങ്ങൾക്ക് സഹിക്കാൻ സാധിക്കാത്ത പരീക്ഷണങ്ങളിൽ നിന്നൊക്കെ ഞങ്ങൾ ഓരോരുത്തരെയും നീ കാത്തു രക്ഷിക്കണം റബ്ബേ. അല്ലാഹുവേ, ഞങ്ങളുടെ ജോലിയിലും ഞങ്ങളുടെ ഇടപാടുകളിലും ഞങ്ങളുടെ കുടുംബത്തിലും ഒക്കെ നീ റഹ്മത്തും ബർക്കത്തും പ്രദാനം ചെയ്യണം തമ്പുരാനെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത് ഇന്നക മുജീബു ദഅവാതി വയാ ഖാദിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ. റബ്ബന സ്രിഫ് അന്നാ അദാബ ജഹന്നമ ഇന്ന അദാബഹ കാന ഗറാമ ഇന്നഹാ സാഅത്ത് മുസ്തഖറൻ വമുഖാമ. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുരിയ്യാതിനാ ഖുറത അയ്യുൻ വജഅൽനാ للمتقين إماما. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين
ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ വസല്ലല്ലാഹു അലാ നബിയ്യിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം.